ദുബായ് കരാമയിലെ റമദാൻ സ്ട്രീറ്റ് ഫുഡ് ഫെസ്റ്റിവൽ ശ്രദ്ധേയമാവുന്നു. നൂറുകണക്കിന് മലയാളികളാണ് ഫെസ്റ്റിവൽ ആസ്വദിക്കാനെത്തുന്നത്. ദുബായിൽ നിന്നും അരുൺ പറട്ട തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. ഇത്തവണത്തെ റമദാൻ രാത്രികൾ ദുബായ് മലയാളികൾ പൊടിപൂരമാക്കുകയാണ് ഇങ്ങ് കരാമയിൽ. ഉപ്പിലിട്ടതും വായിലിട്ട് നുണഞ്ഞ് കൂട്ടുകാരോടൊപ്പം നടന്ന ആ പഴയ കാലത്തേക്കുള്ള തിരിച്ചുപോക്കാണ് ഓരോ ദുബായ് മലയാളിക്കും കരാമയിലെ റമദാൻ സ്ട്രീറ്റ് ഫുഡ് ഫെസ്റ്റിവൽ സമ്മാനിക്കുന്നത്. ജീവിത തിരക്കുകളെല്ലാം മറന്ന് മനസ്സ് തുറന്ന് ആഘോഷിക്കുകയാണ് ഇവിടെ പ്രവാസികൾ. വൈബ് ഇപ്പോൾ അടിപൊളിയാണ്. നല്ല ടൈം പാസ് ഒക്കെ ഉണ്ട് നോമ്പായ കാരണം. ഇപ്പോൾ നോമ്പ് തുറന്നു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങോട്ടൊക്കെ വരാം. നല്ല ഫുഡൊക്കെ ഉണ്ട്. മലബാർ നാട്ടിൽ പോയ ഒരു പൂരപ്പറമ്പിൻ്റെ ഒരു ഫീൽ ഉണ്ട്. ഫുള്ള് മലയാളീസ്. റമദാൻ ഇൻ ദുബായ് ക്യാമ്പയിന്റെ ഭാഗമായി കരാമയിൽ ദുബായ് സർക്കാർ ഒരുക്കിയിരിക്കുന്ന റമദാൻ സ്ട്രീറ്റ് ഫുഡ് മേളയിലേക്ക് വിവിധയിടങ്ങളിൽ നിന്ന് മലയാളികളുടെ ഒഴുക്കാണ്. ഇത് ശരിക്കും ഇപ്പോൾ ഒരു ആഘോഷമാണ്. എല്ലാ മലയാളികളും എന്താ പറയേണ്ടത്, നമ്മളെ നാട്ടുകാരും ഒന്നിച്ച് ഒരു ഭക്ഷണം കഴിക്കുന്ന ഭക്ഷണം എന്ന് പറഞ്ഞാൽ എല്ലാ ടൈപ്പ് ഭക്ഷണവും നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. പുലിക്ക് സ്ഥലത്ത് ഞാൻ കോഴിക്കോടെല്ലാം ബീച്ചിലെല്ലാം പറ്റാം. അതേ സെയിം സാധനം ഞാൻ അവിടെ കുറേ വർഷം ചെയ്ത് കഴിഞ്ഞ വർഷം ഫസ്റ്റ് ആയിട്ട് ഞങ്ങൾ ഇങ്ങനെ ചെയ്തതാണ്. നല്ല അഭിപ്രായമാണ്. ഒരു ഭാഗത്ത് നാടൻ ഭക്ഷണങ്ങളുടെ വലിയ ലോകം, മുട്ടിപ്പാട്ടും മാപ്പിളപ്പാട്ടുമായി ആളുകൾ മറ്റൊരു ഭാഗത്ത്. സൂഫി സംഗീതത്തിന്റെ മനോഹാരിതയിൽ അലിഞ്ഞിരിക്കാനും ആളുകളേറെ. കഴിഞ്ഞ വർഷമാണ് റമദാൻ സ്ട്രീറ്റ് ഫുഡ് ഫെസ്റ്റിവൽ തുടങ്ങിയത്. 55 റെസ്റ്റോറന്റുകളാണ് ഇത്തവണ വൈവിധ്യമാർന്ന ഇനങ്ങൾ ഒരുക്കി റമദാൻ സ്ട്രീറ്റ് ഫുഡ് ഫെസ്റ്റിവലിന്റെ ഭാഗമായിട്ടുള്ളത്. രാവ് പുലരുവോളം ഈ തെരുവിന്റെ മനോഹാരിത ആസ്വദിച്ചാണ് ഓരോരുത്തരും ഇവിടെ നിന്ന് മടങ്ങുന്നത്. ദുബായ് കരാമയിൽ നിന്നും ശരത് ചെറുകുന്നിനൊപ്പം അരുൺ പറാട്ട്, 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.